ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് മുളപ്പിച്ച റാഗി കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഹെൽത്തി മിക്സ് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം റാഗി നല്ലപോലെ കഴുകുക. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല അഴുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ കഴുകി വെച്ച റാഗി ഒരു ബൗളിലേക്കോ പാത്രത്തിലേക്കോ മാറ്റാം. എന്നിട്ട് തലേദിവസം രാത്രി ഞാൻ ഫുൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിർക്കാൻ വെച്ചു. പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് നമുക്കതൊരു തോർത്ത് വെച്ചോ മുണ്ട് വെച്ചോട്ടോ വെള്ളം ഫുള്ളും അടിച്ച ശേഷം നമുക്കതിലേക്ക് മാറ്റി വെക്കാം. ഫുള്ള് വെള്ളം കളയണമെന്നൊന്നുമില്ല, അതിൻ്റെ കുറച്ച് വെള്ളം ഇരിക്കുന്നത് നല്ലതാണ്. അതിന് ശേഷം നമുക്ക് ഈ മുണ്ട് ഇതുപോലെ ചെറിയ പോലെ ലൂസായിട്ട് കെട്ടിയിട്ട് വെക്കാം. പിറ്റേന്ന് എടുത്ത് നോക്കുമ്പോൾ കണ്ടതാണ് എൻ്റെ റാഗി ഫുൾ മുളച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമുണ്ടായിരുന്നു. ശേഷം ഞാനിത് നല്ല രീതിയിൽ കഴുകി എന്നിട്ട് നമുക്ക് ബാൽക്കണിയിലോ അതേപോലെ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇവിടെ വെയിൽ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എൻ്റെ അത്ര പെട്ടെന്ന് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതിന് ശേഷം ഞാനിതൊരു ഫ്രൈങ് പാൻ എടുത്തിട്ട് നല്ല രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ നനവ് പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ അത് വറുത്തെടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ നട്ട്സെല്ലാം എടുത്തിട്ട് റോസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ എയർ ഫ്രയറിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫ്രൈ പാനിലും ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നട്ട്സും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വാൽനട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ മക്കാനയാണ് എടുത്തത്. മക്കാനയും ഇതേപോലെ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തു. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചത് ഗീ റൈസാണ്. ഗീ റൈസ് നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലെ റോസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത റാഗിയും എല്ലാം ഒന്നിച്ച് പൊടിച്ചെടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബേബിക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടം അതേപോലെ ഡേറ്റ്സ് പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തിട്ട് കുറുക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇതൊരു നല്ലൊരു ഹെൽത്തി മിക്സ് ആണ്, എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.